ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ. കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഹവാല പണം ഒഴുകുന്ന ക്രിപ്റ്റോ കറൻസി വഴിയാണ്. ഈ ക്രിപ്റ്റോ കറൻസി വഴി ബാർക്കിൽ തട്ടിപ്പ് നടന്ന ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴുണ്ട്. ഇവരുമായി ചങ്ങാത്തം കൂടുന്ന ചില ലാൻഡിംഗ് പേജ് കക്ഷികൾ ഉണ്ട്. ഇതിന് കുടപിടിക്കുന്ന പൊയ്ക്കാൻ കേരളത്തിൽ പോലും ആളുകളെ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഞാൻ നിങ്ങളോട് വളരെ ഉത്തരവാദിത്തോടെ പറയുന്നു. ഇതിനൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ബാർക്ക് പോലെ ഇത്രയും വലിയൊരു ഗവേഷണ ഏജൻസിയുടെ സിഇഒയ്ക്ക് ഞാൻ അങ്ങനെ ഒരു കത്തയച്ചു കൊടുക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. അത്രയ്ക്കൊരു മണ്ടനൊന്നുമല്ലല്ലോ ഞാൻ കത്തയച്ചു കൊടുത്ത് ഉത്തമ ബോധ്യത്തിലാണ്. അദ്ദേഹം എന്നെ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് രണ്ട് അന്വേഷണ ഏജൻസികൾ ഇവരുടെയൊക്കെ പിന്നാലെ ഇപ്പം തന്നെ ഉണ്ട്. ഈ അന്വേഷണ ഏജൻസി ഇവരുടെ മുകളിൽ FIR ഇട്ട് കഴിഞ്ഞാൽ ഇതേ സിഇഒയ്ക്ക് ഞാൻ 2-3 പേരുകൾ അയച്ചു കൊടുക്കും. ആ പേരുകൾ വെച്ചിട്ട് അവർക്ക് പിടിക്കാം. അപ്പോൾ പിന്നെ അവർ മനസ്സിലാകത്തില്ല. നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിലൊരു പേരുകാരൻ ശാന്തനും സൗമ്യനും സത്യസന്ധനുമാണെന്ന് പുറത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ആദ്യം അന്വേഷിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത്ര നല്ല അഭിപ്രായം അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വാലറ്റിൽ 8 അക്കൗണ്ടുകളുണ്ട്. 90,000 രൂപയും 1,10,000 രൂപയും ശമ്പളം വാങ്ങുന്ന ആളൊക്കെ തന്നെ ക്രിപ്റ്റോ വഴിയൊക്കെ കോടികൾ സമ്പാദിക്കുന്നു. ഇതൊക്കെ ആരെയാണ് ബാധിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊക്കെ ഏറ്റവും വലിയ സങ്കടമായത് അതാണ്.